മറ്റൊരു വാർത്തയിലേക്ക്. മന്ത്രി വീണ ജോർജിനെ ആക്രമിച്ചെന്ന കേസിൽ റിമാൻഡിലായ KSU പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. സംഭവം സംബന്ധിച്ച് റെയിൽവേ പോലീസിനോട് കോടതി റിപ്പോർട്ട് തേടിയിരുന്നു. ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ച് ജാമ്യാപേക്ഷയിൽ കോടതി വിധി പുറപ്പെടുവിക്കും. വിവരവുമായി മിഥുൻ പിള്ള ചേർന്നു. മിഥുൻ, വീണ ജോർജിനെ ആക്രമിച്ചെന്ന കേസിലാണ് റിമാൻഡിലായ KSU പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത്. സംഭവം സംബന്ധിച്ച് റെയിൽവേ പോലീസിനോട് കോടതി റിപ്പോർട്ട് തേടിയിരുന്നു. ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയായിരിക്കും? എന്തൊക്കെ വിവരങ്ങൾ നൽകാനുള്ളത്? കഴുത്തിന് പരിക്കേറ്റുന്ന ആരോപണമാണ് ഉയർത്തിയത്. ആ സംഭവത്തിൽ വധശ്രമ കുറ്റമടക്കം ചുമത്തിയാണ് KSU പ്രവർത്തകരായ KSU ജില്ലാ പ്രസിഡന്റ് MC അതിലടക്കമുള്ള 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ഈ കേസിലാണ് ഇന്നിപ്പോൾ ഈ പ്രവർത്തകരുടെ ജാമ്യ ഹർജി കണ്ണൂർ കോടതി പരിഗണിക്കുന്നത്. ഇത് സംബന്ധിച്ച് റെയിൽവേ പോലീസിനോട് കോടതി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കാരണം ഈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് സംഭവം നടന്നത്. CCTV ദൃശ്യങ്ങളടക്കം ഈ അക്രമം നടത്തിയതുമായി ബന്ധപ്പെട്ട് ഉണ്ടോ എന്നടക്കം ചോദിക്കുന്നുണ്ട്. എന്നാൽ അത്തരത്തിൽ വിഷ്വൽ ഇല്ല എന്നുള്ള ഒരു വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. മാത്രമല്ല, ഈ റെയിൽവേ പോലീസിന്റെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട് കൂടി തേടിയതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ജാമ്യാപേക്ഷയിൽ വിധി പുറപ്പെടുവിക്കുക. മാത്രമല്ല, റെയിൽവേ പോലീസാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വധശ്രമമടക്കം നിരവധി കുറ്റങ്ങളും ചുമത്തിയിട്ടുണ്ട്. അതേസമയം ഈ വധശ്രമം നിലനിൽക്കുമോ എന്ന കാര്യത്തിലടക്കം സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ മന്ത്രിയുടെ കഴുത്തിൽ ആയുധമേറ്റ പരിക്കുകളില്ല എന്നുള്ള രീതിയിലുള്ള മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടെന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ KSU പ്രവർത്തകർക്കെതിരെ വധശ്രമ കുറ്റം നിലനിൽക്കുമെന്ന സംശയം കൂടി നിലനിൽക്കുന്നുണ്ട്. ഏതായാലും CPM വലിയ രാഷ്ട്രീയ ആയുധമാക്കിയ സംഭവത്തിൽ കോടതി വിധി പറയുമ്പോൾ അത് CPM-ന് തിരിച്ചടിയാകുമോ, അത് KSU നേതൃത്വത്തിന് തിരിച്ചടിയാകുമോ എന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അമൽ, കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.